ഹായ് കൂട്ടുകാരെ, തൈമാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലേ? ഇവിടെ അൽഹംദുലില്ലാ സുഖമായിരിക്കുന്നു. പിന്നെ ഇതാ ഞാൻ ഇന്ന് നോമ്പിന് വേണ്ടി ഒരു അറേബ്യൻ രീതിയിലുള്ള സമൂസ റെഡിയാക്കുന്നതാണ് ഞങ്ങൾ. അപ്പോൾ അതിന് വേണ്ടി ഇതാ ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങും പിന്നെ കൂസ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. അങ്ങനെ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. ഇത് കൂസ, അത് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്. അപ്പോൾ അതിന് നമ്മൾക്കിന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ ചൂടായി അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് അത് കഴിയുമ്പോഴേക്ക് പിന്നെ കൂസ ഇട്ട് കൊടുത്ത് പിന്നെ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ്സായി. അങ്ങനെ ഇതാ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ആവിയിൽ തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ ഇതാ ഇതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. അങ്ങനെ വെള്ളം ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്ന, നല്ലോണം ഒഴിച്ച് കൊടുക്കുന്നില്ല. പിന്നെ ഇതൊരു അറേബ്യൻ രീതിയിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് തക്കാളി ഉള്ളി ഒന്നും ഇടുന്നില്ല. അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള വെജിറ്റബിളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് റെഡിയാവുന്നതാണ് ഈ മസാലക്കൂട്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ കൂടെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് കൂടിയതാണ്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അറബി മസാല, പിന്നെ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അറബി മസാല, ഇതാണ് കൂടുതൽ. നമ്മൾ പിന്നെ അറബി മോഡലിലാക്കുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് റെഡിയാവുന്നതാണ്. പിന്നെ തക്കാളിയുടെ ആവശ്യമില്ല സമൂസക്ക്. പിന്നെ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളിയൊന്നും ഇടുന്നില്ല. അങ്ങനെ നമ്മളെ സമൂസക്കുള്ള മസാലയൊക്കെ നല്ല വെന്ത് വന്നിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ സമൂസക്ക് ഉള്ള വെജിറ്റബിൾ മസാല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാനേ. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാനും മറക്കരുത് കേട്ടോ. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വേണം, നമ്മളുടെ ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ എല്ലാവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ചിക്കൻ്റെ, അപ്പോൾ അതിൻ്റെ പാക്കറ്റൊക്കെ വിട്ടുപോയി വെടിയെടുക്കാൻ. അങ്ങനെ ചിക്കൻ എല്ലാം കഴുകി അടുപ്പിൽ വെച്ച് അത് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ഒട്ടും ഒഴിച്ചിട്ടില്ല, ചിക്കൻ്റെ പൊടിയാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് നമ്മൾ നല്ലവണ്ണം ഇതാക്കി എടുക്കുന്നുണ്ട്. ഇതും സമൂസക്ക് വേണ്ടിയിട്ട് തന്നെ റെഡിയാക്കുന്നതാണ് കേട്ടോ. അറേബ്യൻ സമൂസയാണ്, നമ്മളെ നാടൻ സമൂസയല്ല, നമുക്ക് വേണ്ട സമൂസയല്ല. അങ്ങനെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നേരത്തെ ഇട്ട പോലെ തന്നെ. പിന്നെ മല്ലിപ്പൊടി, മസാലപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, അറബി മസാലപ്പൊടി ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് അറബി മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലവണ്ണം ഇതാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുണ്ട് കൂട്ടുകാരികളെ വിശേഷം? എല്ലാവരും ഹാപ്പിയാണല്ലേ? പിന്നെ ഇവിടെ ഇപ്പോൾ കുറച്ച് തണുപ്പൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. വന്ന സമയത്ത് നല്ലോണം തണുപ്പുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളെ സമൂസൻ്റെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പൊരി വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, നല്ല ഒട്ടും പസയില്ലാത്ത നല്ല പൊരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മസാല ഉണ്ടാക്കിയിട്ട് നമ്മൾ സമൂസ 1 വർഷം പോലും വെച്ചാൽ ഒന്നും കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്നു. കഴിഞ്ഞ വർഷം ആക്കിയത് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ അപ്പോൾ ഇത് ഒരു 500 എന്തോ സമൂസ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. അങ്ങനെ സമൂസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സമൂസയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല, മസാല ആക്കുന്ന വീഡിയോ മാത്രം എടുത്തതാണ്. അങ്ങനെ ഇക്ക സമൂസയൊക്കെ ആക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനും ഒരു കൈമല്ലേ ഇങ്ങനെ ഇതാക്കിയതാണ്. അങ്ങനെ സമൂസൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ നമ്മളത്.
പിന്നെ ഇൻഷാ അല്ലാഹ് നോമ്പൊക്കെ അടുത്ത് വന്ന് അങ്ങനെതാ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയ കഴിഞ്ഞ്. അപ്പോൾ ഇനി ഇതിന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ അതാ നല്ല 2-3 ദിവസം ഫ്രിഡ്ജിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എടുത്തിട്ട് ഇനി കവറിലായി സൂക്ഷിച്ച് വെക്കുന്നതാണ്. നമ്മൾ ഇങ്ങനെ ഓരോ കവറിലും 10 എണ്ണം വീതം ഇട്ട് വെക്കുന്നത്. നമുക്ക് ദിവസം അന്നന്നേക്ക് എടുക്കാനകത്തെ എടുത്ത് വെക്കുന്നതാണ്. അങ്ങനെ അതാ ഈ എണ്ണീട്ട് 10 എണ്ണം ഒരു കവറിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കവറിലാക്കി വെക്കുന്നുണ്ട്. വെജിറ്റബിൾ വേറെ, പിന്നെ ചിക്കൻ്റെതും വേറെ വേറെ ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം എടുത്ത് വെക്കണം അത്ര. അപ്പോൾ നമ്മൾ കുറച്ചേ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ മാത്രം ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ സമൂസ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.